അബുദാബിയും റിയാദും രണ്ട് ക്യാപിറ്റൽ സിറ്റികളിലെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ടെലിഫോൺ സംഭാഷണങ്ങളാണ് GCCയുടെ മൊത്തം രാഷ്ട്രീയവും നയങ്ങളും തീരുമാനിച്ചിരുന്നത്. ഇറാൻ പിന്തുണയോടെ ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ യമനിൽ ഹൂത്തി സ്വാധീനം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് UAEയും സൗദിയും ചേർന്ന് യുദ്ധം നടത്തിയത്. 2015 ഹൂത്തികളുടെ ആക്രമണങ്ങളെ നേരിടാൻ യുദ്ധം പ്രഖ്യാപിക്കുകയും യമനിൽ സൗദിയും UAEയും ചേർന്നുകൊണ്ട് വലിയ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. 2018 അബുദാബിയും റിയാദും ചേർന്നുകൊണ്ടാണ് മുഹമ്മദ് ബിൻ സൽമാനും മുഹമ്മദ് ബിൻ സായിദും ചേർന്നുകൊണ്ടാണ് ഖത്തർ ബഹിഷ്കരണം നടപ്പാക്കുന്നത്. ഇങ്ങനെ മേഖലയിലെ എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ചു തീരുമാനമെടുത്തിരുന്ന രണ്ട് സഹോദര രാജ്യങ്ങൾ തമ്മിലുള്ള ശീത സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒപ്പക്കിൽ നിന്നും UAE എക്സിറ്റ് ആകുന്നത്. എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ റിയാദുമായി ഒരു ബന്ധവുമില്ലെന്ന പരസ്യ പ്രഖ്യാപനമാണ് UAE ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. UAEയും സൗദിയും തമ്മിലുള്ള ശീത സമരത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് ഒപ്പക്കിൽ നിന്ന് UAE പുറത്തു കിടക്കുന്നത്. 2021 സൗദി അവരുടെ നയപരമായ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. തങ്ങളുടെ രാജ്യത്ത് നിക്ഷേപിക്കുന്ന കമ്പനികൾ, ബഹുരാഷ്ട്ര കമ്പനികൾ 2024 GCCയിലെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സൗദിയിലേക്ക് മാറ്റണം എന്ന പ്രഖ്യാപനം നടത്തുകയുണ്ടായി. മാത്രമല്ല വിഷൻ 2030 എന്ന് പറയുന്ന വലിയ ഒരു പദ്ധതിയും സൗദി പ്രഖ്യാപിക്കുകയുണ്ടായി. UAEയുടെ ബ്രാൻഡായ ബിസിനസ്, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സൗദി മത്സരിക്കാൻ തുടങ്ങി. പല വിഷയങ്ങളിലും അവർ തമ്മിലുള്ള വിയോജിപ്പുകളുടെ പര്യവസാനമായിട്ടാണ് ഒപ്പക്കിൽ നിന്നും UAE പുറത്തു കിടക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയ UAEയോട് അനുതാപം കാണിക്കുവാനോ സഹതാപം കാണിക്കുവാനോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനോ GCC രാജ്യങ്ങളോ ആരും ഉണ്ടായില്ല എന്ന വികാരം UAEയിൽ ശക്തമാണ്. GCC എന്ന ആശയത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലപാടാണ് ഇപ്പോൾ UAE സ്വീകരിച്ചിരിക്കുന്നത്. GCC എന്ന ആശയത്തിനും GCC എന്ന പ്ലാറ്റ്ഫോമിനും ഇനി നിലനിൽപ്പുണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്ന ഒരു നയമാണ് ഇപ്പോൾ UAE സ്വീകരിക്കുന്നത്. സൗദി അറേബ്യയുടെ താല്പര്യങ്ങളോ സൗദി അറേബ്യയുടെ നിർദ്ദേശങ്ങളോ സൗദി അറേബ്യയുടെ മറ്റ് കാര്യങ്ങളോ സ്ട്രാറ്റജിക് ഓട്ടോണമിയിൽ പ്രസക്തമാകുന്നില്ല. അതുകൊണ്ട് തന്നെ UAE സ്വന്തം വഴി കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒപ്പക്കിൽ നിന്നും എക്സിറ്റ് ആകുന്നത്. GCC എന്ന കൂട്ടായ്മക്കും ആ പ്ലാറ്റ്ഫോമിനും വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നതായിരിക്കും UAEയുടെ നിലപാട്.